ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം അനിയെ വിളിച്ചിട്ട് അനി ഫോൺ എടുക്കുന്നുമില്ല, ഒരു സംസാരവുമില്ല. ദൈവം എന്തു പറ്റിയെന്ന് അറിയില്ലല്ലോ. ഞാനാണെങ്കിൽ ചെല്ലാൻ പറഞ്ഞിട്ട് പോലും ഞാൻ ഭയങ്കര ബോൾഡാണല്ലോ. ഇപ്പോൾ ഇവൻ്റെ കാര്യത്തിൽ എനിക്ക് എന്ത് പറ്റിപ്പോയി, എൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരു മനധൈര്യം കിട്ടുന്നില്ലല്ലോ ദൈവം എന്നൊക്കെ ഇങ്ങനെ നന്ദു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ വരുന്നു നവീൻ. അപ്പോൾ നവീനാണെങ്കിൽ എത്തുകയാണ്. അപ്പോൾ നവീനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദു നല്ല ചിരിച്ചും ഒക്കെ സംസാരിക്കുകയാണ്. ആ നവീനേട്ടൻ എന്താ നവീനേട്ടാ എന്താ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതേ എടോ നന്ദു, തൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പം ഞാൻ തനിക്കൊരു ഗിഫ്റ്റ് പോലും തന്നില്ലല്ലോ, അതുകൊണ്ട് തനിക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നതെന്ന് പറയാം. അയ്യോ നവീനേട്ടാ, ഇതൊക്കെ വേണമായിരുന്നു. ആഹാ, അത് കൊള്ളാം. എടോ താൻ എൻ്റെ അടുത്ത് ബർത്ത്ഡേ ആണെന്ന് പോലും പറഞ്ഞില്ല. പിന്നെ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് തൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയത്. അപ്പോൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് തനിക്ക് ഞാനൊരു ഗിഫ്റ്റെങ്കിലും തരണ്ടേ, അതുകൊണ്ട് ഗിഫ്റ്റ് മേടിച്ചിട്ടാണ് വന്നത്. ഇത് പിടിച്ചേ എന്ന് പറയാം. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ നവീനേട്ടാ, സാരി ആണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ സാരി തന്നെയാണ്. പിന്നെ വേറൊരു ഗിഫ്റ്റും കൂടിയുണ്ടേ. വന്ന വഴിക്ക് ഞാൻ മൂർത്തീസിൽ കയറിയായിരുന്നു. 10 മണിക്കല്ലേ മൂർത്തീസ് തുറക്കുള്ളൂ, അതുകൊണ്ട് ആ ജ്വല്ലറിയിൽ നിന്ന് ഞാനൊരു റിങ്ങും കൂടി മേടിച്ചു. അയ്യോ നവീനേട്ടാ, എന്തിനാ നവീനേട്ടാ റിങ് എല്ലാം മേടിച്ചത്? ഇപ്പം തന്നെ സ്വർണത്തിന് കത്തുന്ന വിലയാണ്. ആ സമയത്ത് റിങ്ങൊക്കെ മേടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നവീനേട്ടാ? എടോ സ്വർണത്തിന് കത്തുന്ന വിലയാണെന്നൊക്കെ അറിയാം. താൻ സാരി ഉടുക്കൂലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താൻ ജീൻസോ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളല്ലേ എടുക്കുള്ളൂ. പക്ഷേ സാരി ഉടുക്കുന്നതോ അമ്പലത്തിൽ പോകാനും ചില ഫംഗ്ഷനുകളിലും മാത്രമേ താൻ സാരി ഉടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു റിങ്ങും കൂടി ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ചത്. ഇത് നോക്കിക്കണ്ടേ, ഇഷ്ടപ്പെട്ടോ നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് ആ റിങ് കാണിച്ചു കൊടുക്കുക. അപ്പം നന്ദു പറയണ ആ നല്ല റിങ്ങാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. അപ്പം നവീന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഇതൊന്ന് പാകമാണെന്ന് നോക്ക്. അങ്ങനെ നന്ദു ആണെങ്കിൽ ആ കയ്യിലിട്ട് നോക്കാൻ ശ്രമിക്കും. ഞാൻ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായിട്ട് നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ആ റിങ് മേടിച്ചിട്ട് നവീൻ തന്നെ ആ റിങ് എടുത്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, ഇതൊരു മോതിരമാറ്റ ചടങ്ങായിട്ട് നീ കണക്ക് കൂട്ടിയാൽ മതി നന്ദു എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ആ ശരിയാണല്ലോ, പാകമാണല്ലോ, കറക്റ്റ് പാകത്തിനാണ്. അപ്പം ഞാൻ നിനക്ക് റിങ് മേടിച്ചതല്ലേ, സന്തോഷമായി, ഒരുപാട് സന്തോഷമായി എന്നിങ്ങനെ നവീൻ പറയാ. അങ്ങനെയല്ലേ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ വരുന്നു നന്ദുവിൻ്റെ അമ്മയും കൂടി വരികയാണ്. ആഹാ, ഇതാര് നവീൻ മോനോ എന്ന് പറയുകയാണ്. ഇതെന്താണ് ഗിഫ്റ്റൊക്കെ ഉണ്ടല്ലോ കയ്യിൽ? അത് പിന്നെ ആൻറ്റി നന്ദുവിനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇവളുടെ ബർത്ത്ഡേ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇന്നലെ എൻ്റെ കുറേ കക്ഷികളുണ്ടായിരുന്നു, അവരെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ഞാൻ സ്റ്റേഷനിലേക്ക് പോയതാ. ആ സമയത്ത് അവിടുത്തെ പോലീസുകാരെല്ലാവരും കൂടി നന്ദുവിൻ്റെ കേക്ക് മുറി ചടങ്ങ് നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നു. കേക്കൊക്കെ വെച്ച് അടിപൊളിയായിട്ട്. അപ്പം അവിടെ കേക്ക് മുറിയൊക്കെ നടന്നായിരുന്നു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നന്ദുവിൻ്റെ അച്ഛനെ സ്റ്റേഷനിൽ വെച്ച് കേക്കൊക്കെ മുറിച്ചെന്നോ? അതേന്നേ, കേക്കൊക്കെ മുറിച്ചു. ആ സമയത്താണ് ഞാൻ ഇവളുടെ ബർത്ത്ഡേ ആണെന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ ഒരു ഗിഫ്റ്റെങ്കിലും കൊടുക്കണ്ടേ? ആ സമയത്ത് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റിയില്ല. ഇപ്പതേ ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വന്നാണ്, ഒരു സാരിയാണെന്നേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മേ സാരി മാത്രമല്ല, മൂർത്തീസ് ജ്വല്ലറി കയറിയിട്ട് ഒരു റിങ്ങും കൂടി മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണെന്ന് പറയാണ്. എൻ്റെ മോനെ, നീ സ്വർണത്തിൻ്റെ റിങ് വരെ മേടിച്ചോ? എന്തിനാ മോനെ ഈ റിങ് എല്ലാം മേടിച്ചത് എന്നൊക്കെ ചോദിക്കണം. ആൻറ്റി, ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷമല്ലേ, ഇവളെ പറഞ്ഞില്ല. ഇവളെന്നെന്താ അനിയനെ പോലെയാണോ കരുതുന്നത്? ഇവളെന്നോട് പറഞ്ഞിട്ട് പോലുമില്ല. അപ്പം ഞാൻ അറിഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ ആൻറ്റി, അതുകൊണ്ടാണ് ഇത് മേടിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറയാണ്. മോനെ, ഞാൻ ഏതായാലും നന്ദുവിൻ്റെ ബർത്ത്ഡേക്ക് അമ്പലത്തിൽ പോയി പാൽപ്പായസം വഴിപാടൊക്കെ കഴിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ പാൽപ്പായസം കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ അകത്തേക്ക് വാ, ഞാൻ പാൽപ്പായസം വിളമ്പിത്തരാം. നന്ദു ഈ ചന്ദനക്കുറി തൊട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദനം തൊട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്ദനും ഭയങ്കര സന്തോഷം തോന്നിക്കണം. ഇവർ രണ്ടുപേരും കൂടി അകത്തേക്കും ചെല്ലുകയാണ്. അപ്പോൾ ഈ നവീൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല നന്ദു, എന്നോട് എന്തുകൊണ്ട് ബർത്ത്ഡേ കാര്യം പറഞ്ഞില്ല? അല്ല, അനിയോട് നീ പറഞ്ഞില്ലായിരുന്നോ? അനി അറിഞ്ഞിരുന്നെങ്കിൽ എന്നോട് പറയേണ്ടതാണല്ലോ, നീ അനിയോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ നവീനേട്ടാ, ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, മറന്നുപോയെന്ന് തോന്നുന്നു. ആണോ? എന്നാലും അവൻ എന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ
നന്ദുവിൻ്റെ അച്ഛനമ്മയും കൂടി വന്നിട്ട് പായസമൊക്കെ കൊടുക്കാണ്. മോൻ്റെ കല്യാണക്കാര്യമൊക്കെ എന്തായി? ആ, എന്താകാനായിട്ട്? അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെടൂല, എനിക്ക് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടൂല, പിന്നെ എന്ത് ചെയ്യാനാണെന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം അവിടെ പറയാണ്. ആ മോനെ, ഏതായാലും ബർത്ത്ഡേ ഫംഗ്ഷന് വന്നാണ്, അതുകൊണ്ട് തന്നെ ദേ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ, സദ്യയെല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ നവീനോട് പറയാം. അപ്പം നവീനാണെങ്കിൽ ശരി ആൻറ്റി, ഞാൻ അങ്ങനെ പോകുന്നുള്ളൂ എന്നൊക്കെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദു ആണെങ്കിൽ നവീനേട്ടാ, നവീനേട്ടൻ ഏതായാലും വന്നേല്ലേ, എങ്കിൽ പിന്നെ ഉച്ചക്കത്തെ സദ്യയും കൂടി കഴിച്ചിട്ട് പോയാൽ മതിയെന്നേ എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും, അപ്പോൾ എന്നെ ഇവിടുന്ന് സദ്യ കഴിപ്പിച്ചിട്ടേ വിടുകയുള്ളല്ലേ, എനിക്ക് കുറച്ച് പോകാൻ ഇതുണ്ടായിരുന്നു, കുറച്ച് ധൃതി ഉണ്ടായിരുന്നു, എന്നാലും നന്ദു വിളിച്ചല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഏതായാലും ഉച്ചക്കത്തെ സദ്യ കഴിക്കാനായിട്ട് ഉറപ്പായിട്ടും വരും. എന്താ അത് പോരെ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ്. പിന്നെ നവീനേട്ടൻ്റെയും സദ്യ ഉടനെ തന്നെ കഴിക്കുമായിരിക്കും അല്ലേ നവീനേട്ട എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, എൻ്റെ കല്യാണക്കാരിയല്ലേ പറഞ്ഞത്. അതെ, കല്യാണക്കാരൻ തന്നെയാണ് പറഞ്ഞത്, അത് എത്രയും പെട്ടെന്ന് നടത്തണ്ടേ നവീനേട്ട. ആ പെണ്ണിനോട് നവീനേട്ടൻ ഇഷ്ടം തുറന്നു പറഞ്ഞോ? എവിടെന്ന്? ഇഷ്ടമൊന്നും തുറന്നു പറഞ്ഞിട്ടില്ലെന്നേ. എങ്ങനെ ആ പെണ്ണിനോട് പറയുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ അനി ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നെന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ അവനോട് സകലമാന കാര്യങ്ങളും പറഞ്ഞതാണ്. എൻ്റെ മനസ്സിലുള്ള ഇഷ്ടമുള്ള പെണ്ണിനെക്കുറിച്ചും ബാക്കിയുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞതാ. പക്ഷേ അവൻ ഇതുവരെ ആ പെണ്ണിനോടൊരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അപ്പോൾ അനിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയായിരുന്നോന്നോ? അനിക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. ഞാൻ വള്ളി പുള്ളി വിടാതെ അനിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാണ്. അത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. എന്നിട്ട് അനി എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അതാണ് പണിയെന്നേ. അവൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയാതിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ അങ്ങനെ പറയാത്ത ഒരാളല്ലല്ലോ അനി. നവീനേട്ടനും അനിയും കൂടി നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലേ, നല്ല ക്ലോസ് ആയ ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ പിന്നെ നവീനേട്ടന്റെ കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല? അതാണ് നന്ദു എനിക്ക് മനസ്സിലാവാത്തത്. എങ്കിൽ നവീനേട്ടനൊരു കാര്യം ചെയ്, എന്നോട് പറ. ആരാണ് ആ പെണ്ണ്? പറ നവീനേട്ടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവീനാണെങ്കിൽ അത് പിന്നെ ഇനി പറയാതിരുന്നത് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു നന്ദു. അതുകൊണ്ട് ഞാൻ തുറന്നു പറയാം. എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പെണ്ണില്ലേ, ഈ പെണ്ണാണ് ഞാൻ സ്നേഹിക്കുന്ന ആ പെണ്ണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദു ഞെട്ടിപ്പോവാണ്. അതേ നന്ദു, ഈ പോലീസ് ഓഫീസറെയാണ് എനിക്കിഷ്ടം, ഈ പോലീസ് ഓഫീസറെയാണ് ഞാൻ സ്നേഹിച്ച ആ പെണ്ണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദു പേടിച്ചു പോവുക. അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നല്ലേ എന്നാണ് അപ്പോഴാണ് നന്ദു ചിന്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കനകയും ഗോവിന്ദനും. അപ്പോൾ ഇവർക്ക് സന്തോഷം തോന്നുകയാണ്. ഗോവിന്ദേട്ടാ പറഞ്ഞ കേട്ടില്ലേ, അങ്ങനെ നവീനാണെങ്കിൽ ഇപ്പം എൻ്റെ മനസ്സിലിഷ്ടം ഞാൻ നന്ദുവിനോട് തുറന്നു പറഞ്ഞു. ഇത്രയും നാൾ ഞാൻ സ്നേഹിച്ച പെണ്ണ് അത് നന്ദു ആണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും നവീനെ പിടിച്ച് നിർത്തുകയാണ് അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട്. മോനെ നീ പറഞ്ഞത് സത്യമാണോ? സീരിയസ് ആയിട്ട് തന്നെയാണോ നീ പറഞ്ഞത്? അതെ ആൻറ്റി, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ്. ഇനി എൻ്റെ വീട്ടിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർക്കും താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആൻറ്റിയുടെ മകളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകും ആൻറ്റി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോനെ, ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ് നിന്നെയും നന്ദുവിൻ്റെയും വിവാഹം നടത്താൻ വേണ്ടി. ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല എന്നൊക്കെ ഗോവിന്ദനും പറയാണ്. ഈ ഒരു കാര്യം എനിക്ക് കേട്ടാൽ മതി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് നവീൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ ഇവർക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് മതി മറന്ന് നിൽക്കുന്നു. നന്ദു പറഞ്ഞത് കേട്ടില്ലേ, നിന്നെയാണ് നവീൻ സ്നേഹിച്ചത്. എത്ര നല്ല ചെറുപ്പക്കാരനാണെന്ന് അറിയാവോ നവീന്? ഒരു ദുശീലെങ്കിലും ഇല്ലാത്ത നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാരനെയൊക്കെ ഈ കാലത്ത് കിട്ടുമോ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ അനിയാണെങ്കിൽ സ്പീഡിൽ വണ്ടി ഓടിച്ച് ദാ വന്ന് നിന്നത് ഒരു ബൈക്കാരൻ്റെ മുന്നിൽ. അപ്പോൾ ബൈക്കാരനും പെട്ടെന്ന് സ്റ്റോപ്പായില്ലെങ്കിൽ അയാൾ തെറിച്ച് അവിടെ പോയി വീണാനായിരുന്നു. അപ്പോൾ ഈ അനിയുടെ കാറിൻ്റെ കുറച്ച് പെയിൻ്റൊക്കെ പോവുകയാണ്. തനിക്ക് എന്താണോ കണ്ണ് കണ്ടൂടെ എന്ന് ബൈക്കാരൻ പറയാം. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അനിയാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ശ്രദ്ധിച്ചാൽ വണ്ടി ഓടിച്ചത്, താനാണ് എല്ലാ കുഴപ്പത്തിനും കാരണം, താനാ ഇങ്ങോട്ട് വന്ന് ഇടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ബഹളം. അപ്പോൾ നാട്ടുകാരെല്ലാവരും ഓടിക്കൂടിയിട്ട് അനിയെ കുറ്റപ്പെടുത്തുകയാണ്. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ബൈക്കുകാരൻ്റെ ഇതിലല്ല പ്രശ്നം, നിങ്ങളാ പ്രശ്നം ഉണ്ടാക്കിയത്. നിങ്ങളെന്ത് ഇത്രയും സ്പീഡിൽ വണ്ടി ഓടിച്ചത്? അതിൻ്റെ കാര്യമെല്ലാം ഉണ്ടായിരുന്നോ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നഷ്ടപരിഹാരം കൊടുത്തിട്ട് മര്യാദക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട്
അനിയായിട്ട് അങ്ങോട്ട് പൊളിച്ചെടുക്കുകയാണ്. എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു, നാട്ടുകാരെല്ലാവരും കൂടി കൂടിയില്ലേ, അപ്പോൾ പൈസ കൊടുക്കാതിരിക്കാനായിട്ട് വേറൊരു നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും അതേപോലെ തന്നെ നയനയും ചന്തുമോളും ആദർശമൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ കൊച്ചിനാണ് ഭക്ഷണം വാരി കൊടുക്കണം. അമ്മ എനിക്ക് വേണ്ട അമ്മേ, അമ്മയുടെ വയറ്റിലല്ലേ കുഞ്ഞാവയുള്ളത്, അതുകൊണ്ട് അമ്മ കഴിച്ചോ, കുഞ്ഞാവയ്ക്കും കൊടുക്ക്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അയ്യോ മോളെ, അമ്മയുടെ വയറ്റിൽ കുഞ്ഞാവയൊക്കെ ഉണ്ട്, പക്ഷേ കുഞ്ഞാവയ്ക്ക് ഇങ്ങനെ ചുമ്മാ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പം മോള് കഴിക്കട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചന്തുമോൾക്ക് വാരി വാരി കൊടുക്കുകയാണ്. വാരി വാരി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ദേ മോളെ, ഈ കറികളും പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കാനായി അമ്മയും എന്നെ സഹായിച്ചു. അച്ചാറെല്ലാം അമ്മ തന്നെയാണ് ഉണ്ടാക്കിയത്. പാവം മുത്തശ്ശിക്കാണെങ്കിൽ ഒട്ടും വയ്യല്ലോ, എന്തിനാ മുത്തശ്ശിയെ കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കിച്ചത്? ഞാൻ പറഞ്ഞ കേക്കോ, മോൾക്ക് വേണ്ടി പകല് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരും അമ്മ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ കേക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴല്ലേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദാ നമ്മുടെ മുത്തശ്ശിയുടെ കോള് വരുന്നത്. അപ്പോൾ മുത്തശ്ശിയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ കോൾ അങ്ങോട്ട് എടുക്കുകയാണ്, ദേ അമ്മയാളെ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നയനമോളും ആദർശമോനൊക്കെ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ. അമ്മയുടെ കാര്യം ദേ ഇപ്പം പറഞ്ഞുള്ളു. മോൾക്കാണെങ്കിലേ പലഹാരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെയാണെങ്കിലും അച്ചാറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്നാണല്ലോ കൊണ്ടുവരുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഏതായാലും മോൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നയനമോളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തിട്ടേ. മോളെ ആരോഗ്യം ശ്രദ്ധിച്ചോളണേ, വയറ്റിലുള്ള കുഞ്ഞാവിനെയും ശ്രദ്ധിച്ചോളണം കേട്ടോ. ദേ മുത്തശ്ശിയൊക്കെ അവിടെ ഇല്ലെന്ന് വിചാരിച്ച് മോൾ ഉഴപ്പൊന്നും കാണിക്കാനായിട്ട് നിൽക്കരുത്. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല മുത്തശ്ശി, ഞാൻ വേണ്ട വിധത്തിൽ എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ചോളാം. അപ്പോൾ ആദർശ് ഫോൺ മേടിക്കണം. മുത്തശ്ശി ഇവള് പറയുന്നതേ കള്ളത്തരവാ, കാരണം ഞാൻ എത്ര പറഞ്ഞാലും ഇവിടെ വീട്ടിലിരിക്കില്ല, എൻ്റെ ഒപ്പം ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങി വരും. ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കണം. ഹെടാ, അത് നിയന്ത്രിക്കണമെന്ന് നീ എന്നോടാണോ പറയുന്നത്? നിനക്ക് തന്നെ നയന മോളോട് കാര്യങ്ങളെല്ലാം പറയാൻ പാടില്ലേ? അവളതനുസരിക്കില്ലേ എന്ന് ആദർശനോട് പറയണം. കൊള്ളാം, ഇപ്പം എൻ്റെ മേലയല്ലേ കുറ്റം, നിങ്ങൾ മുത്തശ്ശിയും മകളൊക്കെ ഒരേപോലെ കൂടിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു സംസാരോട് അവസാനിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ അവർ പറഞ്ഞത്? നയനമോൾക്ക് സുഖം തന്നെയാണോ? നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അയ്യടാ, കൊച്ചുമോളെ കുറിച്ച് അറിയാനുള്ള എന്തൊരു ആകാംക്ഷയാണ്. അങ്ങനെയാണെങ്കിൽ നേരിട്ട് പോയി ചോദിച്ചൂടെ? എന്താ വസുന്ധര ഇത്? കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത്? ഇദ്ദേഹത്തിന് വല്ലാത്ത താല്പര്യമാണെന്നറിയാം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് താല്പര്യം ഉണ്ടാവില്ലേ? എൻ്റെ കൊച്ചുമോളുടെ വയറ്റിൽ ഒരു കുഞ്ഞാവി കിടക്കുമല്ലേ, അപ്പോൾ അവളുടെ അവസ്ഥ എങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ ചോദിക്കേണ്ട കടമയുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വസുന്ധരയോട് ചോദിക്കുന്നത്. പറയാൻ പാടില്ലേ? ഇക്കണക്കിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യങ്ങളെല്ലാം പറയുമെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അയ്യോ, അങ്ങനെ ചതിച്ചേക്കല്ലേ, ആ ഒരു പേടി എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്ലാൻ ഒന്നും നടക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്ലാൻ എല്ലാം പൂർത്തിയാകണമെങ്കിൽ ഞാനിങ്ങനെ കെറിവ് കാണിച്ചിട്ടേ കാര്യമുള്ളൂ വസുന്ധരെ. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ അയാളെ വിളിച്ചായിരുന്നോ? ഞാൻ വിളിച്ചായിരുന്നു, പക്ഷെ ഫോണൊന്നും കിട്ടിയില്ല. ഫോൺ കിട്ടിയില്ലെങ്കിൽ വീണ്ടും വിളിച്ച് നോക്കണ്ടേ? ഒരു പ്രാവശ്യം കിട്ടിയില്ലെന്ന് വിചാരിച്ച് അങ്ങനെ തള്ളിക്കളയാണോ വേണ്ടത്? അങ്ങനെയല്ലല്ലോ, വിളിച്ച് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം. താൻ പെട്ടെന്ന് വിളിക്കണം, വിളിച്ചിട്ട് അവരോട് പെട്ടെന്ന് വരാൻ പറയണം, പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി നയന മോൾക്ക് കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയണം. ശരി ആയിക്കോട്ടെ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആനി കമ്പനിയിൽ ഇങ്ങനെ ഇരിക്കുക. കമ്പനിയിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ വന്നിട്ട്, സാർ ഇതേപോലെ ഒരു ഡിസൈനിലുള്ള കാര്യങ്ങൾ ചോദിക്കണം. അതിനിപ്പോൾ ഞാനെന്ത് വേണോടോ, തനിക്കെന്താ അറിയില്ലേ? അയ്യോ സാർ, MD യോട് ചോദിച്ചിട്ടല്ലാതെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് പറ്റില്ല. ഞാനല്ല ഇവിടുത്തെ MD, ഞാൻ താൽക്കാലിക MD ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആദർശേട്ടനോട് ചോദിക്കാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അയ്യോ സാറിനോട് ചോദിക്കാനായിട്ട് പറ്റില്ല, കാരണം മൂർത്തി സാർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നവും. ഇത് വല്ലാത്തൊരു ഇതായി പോയല്ലോ, താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, എൻ്റെ മൂഡിപ്പോൾ ശരിയല്ല, ഇപ്പം സംസാരിക്കാൻ വരെയും ചെയ്യരുത് എന്ന് പറയാണ്. സാറേ, ഞാൻ എന്നാൽ പിന്നീട് വന്ന് സാറിനെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇയാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്കാണെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥ. അപ്പോൾ അതിന് പെട്ടെന്ന് ക്യാമറ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ നന്ദു വരുന്ന സീനാണ്. ആ ക്യാമറയെ കൂടി കാണുന്നത് അവിടെ സ്കൂട്ടർ പാർക്ക് ചെയ്യുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ആ ഒരു മാനേജറെ വിളിച്ചിട്ട് പറയണം, എടോ എന്നെ ആര് കാണാൻ വന്നാലും കയറ്റി വിടാൻ നിൽക്കരുത്, എനിക്ക് ആരെയും കാണേണ്ട ആവശ്യമില്ല, അത് ഏത് ദൈവം തമ്പുരാനാണെങ്കിലും ശരി, ഞാൻ ഇവിടെ ഇല്ലെന്ന് അങ്ങോട്ട് പറഞ്ഞേര്, ആരെയും കയറ്റി വിടേണ്ട കാര്യമില്ല എന്ന് പറയാണ്. ശരി സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.